ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ. ഇത് അതുല്യ കെ സി. അതുല്യ കെ സി ഇവിടെ 2016 ബെസ്റ്റ് അക്കാഡമി തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകും പഠനം, പിന്നെ വീണ്ടും വരും, അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2023-22 ആ ടൈമിലൊക്കെ വീണ്ടും ഇറങ്ങി, വീണ്ടും നന്നായി പഠിക്കാൻ തുടങ്ങി, ക്ലാസ്സിൽ കറക്റ്റായി ക്ലാസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് കഴിഞ്ഞ 2023 ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ 44ാമത്തെ റാങ്ക് വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഇതാ LGS അപ്പോയിന്റ്മെന്റ് ഓർഡർ. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ളത്. അതുല്യെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ്. കാരണം 10 വർഷത്തെ ഒരു ജേണി. നിങ്ങളൊക്കെ ആണെങ്കിൽ 2 വർഷം ഇത് നോക്കിയിട്ട് ഇതിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകൂലേ? അതായത് അതുല്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ജോലിയില്ലാതെ കുറെ ആൾക്കാർ, പണ്ടൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുകയാണ്. പക്ഷെ അതുല്യ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു. അങ്ങനെയാണ് അതുല്യ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതുല്യ 2016 ബെസ്റ്റിൽ വരുന്ന സമയത്ത് അതുല്യയുടെ ഈ മോള് UKG പഠിക്കുക. ഇപ്പൊ 10ാം ക്ലാസ് റിസൾട്ട് എന്ന് +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ മനസ്സിലാവണ്ട നിങ്ങൾക്ക് അതിന്റെ ഒരു സംഭവം. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അതുല്യ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ 2014 ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തല്ലോ, അപ്പൊ അതിനകത്ത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായി. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അന്ന് പറഞ്ഞാല് ചെറിയ മോക്ക് 2.5 വയസ്സാ. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ഉള്ള ടൈം 10 മണിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ബാച്ചിനി ഒരു 7 മണിക്ക് ക്ലാസ്സിലെത്തണം, ഒരു 9:30 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തുക. ആ ഒരു ഇതിലേനി. മോക്ക് അന്നപ്പോൾ വെക്കേഷൻ ടൈം ഇനി. മോള് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് സൺഡേ ബാച്ച് ആക്കി. അപ്പോൾ ഹസ്ബൻഡ് സൺഡേ വീട്ടിലുണ്ടാവും, അതിൻ്റെ സൺഡേ ബാച്ച്. പിന്നെ അത് കഴിഞ്ഞും ചെറിയ ആൾ അംഗനവാടി പോകാൻ തുടങ്ങിയവരാണ്. ഞാൻ റെഗുലർ ബാച്ചിൽ വരൽ തുടങ്ങി. എക്സാം കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആയിരിക്കും വീട്ടിലിരുന്ന് പഠിക്കാം, ഈ എക്സാമിന് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോവാം. അങ്ങനെയും പിന്നെ ഓരോ റീസൺ വെച്ചും കുറേ ഗ്യാപ്പ് വന്നുപോയി. പിന്നെ അതിന് ശേഷം 2 ലിസ്റ്റിൽ ഞാൻ വന്നിരുന്നു, പക്ഷേ എനിക്ക് ജോലിയൊന്നും നേടാൻ പറ്റിയില്ല. രണ്ടാമത്തേൽ ഞാൻ പ്രതീക്ഷിച്ചിനി, അത് ഞാൻ സപ്ലിമെൻ്ററിയിലായി പോയി. അതിനുശേഷം പിന്നെ 2023 LGS ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് ക്ലാസ്സിൽ വരും, എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യും. പിന്നെ കമ്പൈൻ സ്റ്റഡി, ലൈബ്രറി നന്നായി യൂസ് ചെയ്തിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ. ഗേൾസിന് എല്ലാവർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാളാണ് ശരിക്കും അതുല്യ എന്ന് പറയുന്നത്.